പുനരധിവാസം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് വളരെ വിപുലമായ പല അർത്ഥങ്ങളുണ്ട്. അത് അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം, അത് അവരവരുടെ സാമൂഹ്യ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ളവയാണെങ്കിൽ അതെല്ലാം വീണ്ടെടുക്കേണ്ടുന്ന ഒരു ആവശ്യകതയുമുണ്ട്. അതിന് നല്ലൊരു മാതൃക നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്തും ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും എല്ലാം ഉണ്ട്. നമുക്ക് അവരിലേക്കൊന്ന് പോയി വരികയാണെങ്കിൽ കേരളത്തിൽ മുഴുവനും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വലിയ മാതൃകയാണത്. അത് മലയൻകീഴ് ഗ്രാമപഞ്ചായത്താണ് അത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നത്. മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് നമ്മളോടൊപ്പം ഉണ്ട്, ശ്രീ എസ് സുരേഷ് ബാബു. ശ്രീ എസ് സുരേഷ് ബാബു, സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് മാതൃഭൂമിയുടെ തിരുവനന്തപുരം റിപ്പോർട്ടറായ ടി എസ് ഹരികൃഷ്ണൻ അവിടെ വരികയും നിങ്ങളുടെ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരെ അറിയിക്കുകയും ഒക്കെ ചെയ്തു. എന്നിരുന്നാലും ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് പോകുന്ന മനുഷ്യർക്ക്, മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാത്ത മനുഷ്യർക്ക് നിങ്ങളൊരു വലിയ സഹായം ചെയ്യുകയാണ്. സഹായമോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വലിയ മാതൃക നൽകുകയാണ്. നിങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഒന്ന് വിശദീകരിക്കാമോ പ്രേക്ഷകർക്ക് വേണ്ടി? ഞങ്ങളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതി സ്നേഹത്തണലെന്നാണ്. അതായത് ഈ ദുരന്തമുണ്ടായ പിറ്റേ ദിവസം അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് യോഗം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വത്സരകുമാർ അവരുടെ നേതൃത്വത്തിൽ ചേർന്നു. അവിടെ ചേർന്ന് ഞങ്ങൾ എന്ത് ചെയ്യാം, ആ ജനവിഭാഗത്തെ എന്ത് രൂപത്തിലേക്ക് ഞങ്ങൾക്ക് സഹായം ചെയ്യാം എന്നൊരു ആലോചന വന്നു. ആ ആലോചന നിന്നുകൊണ്ടാണ് ഒരാശയം ഉടലെടുത്തത്. ആ ആശയം എന്ന് പറയുന്നത്, ഈ പ്രയാസം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന മേഖലയിലുള്ള ജനങ്ങളുടെ താമസിക്കാനുള്ള സൗകര്യം സ്വാഭാവികമായും ഗവൺമെൻറ് നല്ല രീതിയിലുള്ള ക്യാമ്പുകൾ, പുനരധിവാസ ക്യാമ്പുകളെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എങ്ങനെ അവർക്കൊപ്പം അവരോട് ചേർന്ന് നിൽക്കുക, ഏറ്റവും ലോകത്തെ മനുഷ്യനെ വല്ലാണ്ട് വേദനിപ്പിച്ച ഹൃദയഭേദകമായ അനുഭവത്തിലൂടെ ഉള്ള സാഹചര്യത്തിൽ നമ്മളാൽ കഴിയുന്നതൊരു നാടിന് അവർക്ക് വേണ്ടി ചെയ്യാം എന്നാലോചിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ ഗ്രാമത്തിനകത്ത് ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രദേശത്ത്, അതായത് ഈ പ്രദേശം ദുരന്തമുണ്ടായ ഏത് പ്രദേശത്താണോ അവിടെ നിന്നെല്ലാം തന്നെ അവർക്ക് മാറി താമസിക്കേണ്ടതുണ്ട് എങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നേക്കണം. ഞങ്ങളുടെ ഗ്രാമം, മലയൻകീഴ് ഗ്രാമത്തിൻ്റെ ഒരു കൾച്ചർ, സംസ്കാരം, നിങ്ങൾക്ക് ഞങ്ങളുടെ വീടുകൾ തുറന്നിടാം. നിങ്ങൾ ഞങ്ങളുടെ അതിഥിയാകും. ഞങ്ങളുടെ വീടിലെ ഒരു മുറി അല്ലെങ്കിൽ 2 മുറി നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. നിങ്ങൾ ഞങ്ങളുടെ ഉറ്റ സ്നേഹിതരാണ്, ഞങ്ങളുടെ അതിഥികളാണ്. നിങ്ങൾ പോകുന്നത് വരെയും നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ ആരോഗ്യ സംവിധാനങ്ങളെല്ലാം ഞങ്ങൾ നോക്കും എന്നൊരു പ്രഖ്യാപനം ഞങ്ങൾ നടത്തി. ഇത് പ്രഖ്യാപനം നടത്തുമ്പോഴും ഞങ്ങൾ ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു, ഇത് ഒരു സഹായമല്ല, ഇതൊരു മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഏറ്റവും ഉദാത്തമായ ഒരു മനുഷ്യനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടമയാണ് ഈ നാട് ഈ ലോകത്തോട് മുന്നിൽ വെക്കുന്നത് എന്ന ആശയമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ എങ്ങനെയാണ് ഈ ആശയം ഉണ്ടായത്? ഇത് ആരിൽ നിന്നുണ്ടാകുന്നു? ഇതെങ്ങനെയാണ് വലിയ ചർച്ചയുണ്ടാവുകയും, അല്ലെ, ഇങ്ങനൊരു പഞ്ചായത്ത് ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ അതിൽ പലതരത്തിലുള്ള ആളുകൾ എല്ലാവരും സമ്മതിക്കണം. പഞ്ചായത്ത് ഭരണസമിതി സമ്മതിക്കണം, അവിടെയുള്ള ആളുകൾ സമ്മതിക്കണം. എത്ര കുടുംബങ്ങൾ ഇത്തരത്തിൽ ആളുകളെ സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു? എങ്ങനെയാണ് ഇതൊരു പദ്ധതിയായി നടപ്പിലാക്കാൻ സാധിച്ചത് നിങ്ങൾക്ക്? അതായത് ആ യോഗം അടിയന്തരമായി രാവിലെ 10 മണിക്ക് യോഗം ചേരുമ്പോൾ ഇങ്ങനൊരു അഭിപ്രായം ചർച്ച ഉയർന്നു വന്നു. അപ്പോൾ തന്നെ എല്ലാവർക്കും ആശങ്കയുണ്ടായി. ആശങ്ക എന്ന് പറയുമ്പോൾ, ഇത്രയും ദൂരെ നിന്ന് ഇവിടേക്ക് ആൾ വരുമോ? അത് സ്വാഭാവികമായും ഈ ആശയം കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നുന്ന സ്വാഭാവികമായൊരു സംശയമാണ്. പക്ഷേ ഞങ്ങൾ പറഞ്ഞത്, ഈ രൂപത്തിലേക്ക് അവിടെ നിന്ന് ആളുകൾ ഇവിടെ വന്നാൽ അവരെ സ്വീകരിക്കാനുള്ള, അവരെ സംരക്ഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യും. പക്ഷേ ഇതല്ല നമ്മുടെ ആശയം. ഈ ആശയം കേട്ടുകൊണ്ട് ഈ പ്രദേശത്തിലെ സമീപ പ്രദേശമായ ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകൾ ഈ രൂപത്തിലേക്കൊരാശയം പ്രഖ്യാപിച്ച് ആ പ്രദേശത്തിനകത്തുള്ള വീടുകൾ തുറന്നു കൊടുക്കാൻ തയ്യാറായാൽ ആ പ്രദേശത്തെ ക്യാമ്പുകളുള്ള ആളുകൾക്ക് ആ വീടുകളിലേക്ക് പോകാനും അവരുടെ അതിഥികളായി തുടരാനും കഴിയും. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള ചെറുതും വലുതുമായ പ്രതിസന്ധികൾ അതിജീവിക്കാൻ കഴിയും എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വച്ചത്. അതുമാത്രമല്ല, ചോദിച്ചതുപോലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഒന്നടങ്കം തന്നെ ഇത് ഏറ്റവും മികച്ചൊരാശയമാണ്, അതുകൊണ്ട് നമുക്ക് നടപ്പിലാക്കണം, നമ്മുടെ നാടിൻ്റെ സംസ്കാരം മനുഷ്യനെ ചേർത്ത് വയ്ക്കുന്ന സംസ്കാരമാണ് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി എല്ലാവരും ഒരേ മനസ്സോടുകൂടി തന്നെയാണ് നിന്നത്. ആ നിമിഷം മുതൽ ഞങ്ങൾ നവമാധ്യമത്തിലൂടെയും മാധ്യമത്തിലൂടെയൊക്കെ തന്നെ ഇതിൻ്റെ പ്രഖ്യാപനം നടത്തി. ബഹുമാനപ്പെട്ട പ്രസിഡന്റും വത്സരകുമാരി പ്രസിഡന്റും ശ്രീ ബിന്ദുരാജ് സെക്രട്ടറിയും അടക്കമുള്ള 20 അംഗ ഭരണസമിതി അംഗങ്ങൾ അതിനുവേണ്ടി സജീവമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അതിനേക്കാൾ ഏറ്റവും ഞങ്ങൾക്ക് അഭിമാനകരമായി തോന്നുന്നത്, മലയൻകീഴ് എന്ന് പറയുന്നത്
ഈ പ്രദേശത്തുനിന്ന് ഏതാണ്ട് 450 കിലോമീറ്റർ ദൂരെയുള്ള പ്രദേശമാണ്. പക്ഷേ ഞങ്ങൾക്ക് സന്തോഷകരമായൊരു അനുഭവം തോന്നിയത് 31 കുടുംബങ്ങൾ അവരുടെ വീടുകളിലേക്ക് ആളുകളെ പാർപ്പിക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന ഏറ്റവും വലിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. 31 ആളുകൾ വീടുകൾ പൂർണ്ണമായും നിങ്ങൾക്ക് ഞങ്ങളുടെ അതിഥിയായി ഈ വരുന്ന ആളുകളെ ചേർത്ത് നിർത്താം എന്ന് തയ്യാറായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അവിടെ നിന്നുള്ള ആളുകൾ നിങ്ങളോട് അത്തരത്തിലുള്ള താല്പര്യം അറിയിച്ച് സംസാരിക്കുകയോ മറ്റോ ചെയ്തോ? ഇപ്പോൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലൊക്കെ ആയതുകൊണ്ട് ഒരു പക്ഷേ അതിനോട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് 2 അതിഥികളുണ്ട് അല്ലേ? അതെ അതെ, ഞങ്ങൾ ഈ പ്രഖ്യാപനം നടത്തി നവമാധ്യമ പ്രചരണം തുടങ്ങിയതിൻ്റെ അന്ന് തന്നെ ഈ ഏറ്റവും രൂക്ഷമായി നിന്ന അവസ്ഥയിൽ, ഏറ്റവും രൂക്ഷമായ വെള്ളപ്പൊക്കവും പ്രതിസന്ധിയും എല്ലാം നിന്നിരുന്ന അവസ്ഥയിൽ ഈ പ്രദേശത്തല്ല, വയനാട് പ്രദേശത്തു നിന്നല്ല, ഇതിൻ്റെ ദുരിതം പേറിയിരുന്ന മാവൂർ, കോഴിക്കോട് മാവൂർ ഭാഗത്തുനിന്ന് കുറേ വീടുകൾ മാറ്റിപ്പാർപ്പിച്ചെന്ന കുറേ കുടുംബങ്ങളുണ്ട്. അതിൽ ഒരാൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അയാളുടെ ഫേസ്ബുക്ക് സുഹൃത്ത് വഴി കാണുകയും അയാൾ പഞ്ചായത്ത് അധികാരികളെ വിളിക്കുകയും അയാൾ കുടുംബസമേതമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹത്തിനെ ഞങ്ങളുടെ ഒരു കവിയായിട്ടുള്ള ഷെല്ലിയുടെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിനകത്തുള്ളൊരു വലിയൊരു കാഴ്ച എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഇത് തുടങ്ങിയ ദിവസം മുതൽ, ഇന്ന് 7 ദിവസമായി, ഇത് തുടങ്ങിയ ദിവസം മുതൽ ഞങ്ങളുടെ ഓഫീസിലെ 2 ജീവനക്കാർ, വിഷ്ണു ശേഖറും രാജേഷും, 2 ജീവനക്കാർക്ക് ഇതിന് ചുമതല കൊടുത്തു. ആ ചുമതല കൊടുത്ത് ജീവനക്കാർ രാത്രിയും പകലും എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യുകയാണ്. ഈ 7 ദിവസക്കാലം കൊണ്ട് നമുക്ക് 86 കോളുകളാണ്, 86 എൻക്വയറികളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് സൗകര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ വളരെ വലിയ ഒരു കാര്യമായി ഞങ്ങൾ കാണുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കിത് മലയൻകീഴ്ത്തല ഗ്രാമത്തിനപ്പുറത്തേക്ക് ഇത് നടപ്പാക്കി വന്നാൽ, സമീപ പ്രദേശത്തെ ജില്ലകളിലേക്ക് നടപ്പാക്കി വന്നാൽ ക്യാമ്പുകളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് മാറ്റിയെടുത്തുകൊണ്ട് അതിലൊരു മാതൃക സൃഷ്ടിക്കപ്പെടാൻ കഴിയും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. കോഴിക്കോടിന്റെ സമീപ ജില്ലകളിൽ ഈ പറയുന്ന മുണ്ടക്കൈ, ചൂരൽമല മേഖലകൾക്കപ്പുറത്തേക്ക് അതേ താലൂക്കിൽ തന്നെ ഈ അപകടത്തിലോ ദുരന്തത്തിലോ പെടാത്ത ആളുകൾക്കൊക്കെ മാതൃകയാക്കാൻ കഴിയുന്ന ഒന്നാണ്